പത്തനംതിട്ടയിൽ മണ്ണുമാന്തി യന്ത്രം മറിഞ്ഞ ഓപ്പറേറ്റർ മരിച്ചു. ഇലവുംതിട്ടയ്ക്ക് സമീപം പൈവഴി കടലിക്കുന്നമലയിലെ മണ്ണെടുപ്പിനിടെയാണ് അപകടം. പശ്ചിമബംഗാൾ സ്വദേശി സൂരജാണ് മരിച്ചത്. ഒരാൾക്ക് പരിക്കുണ്ട്. ഉച്ചയ്ക്ക് 2:30 അപകടം. അതിനിടെ സ്ഥലത്തെത്തിയ പോലീസുകാരിൽ ചിലർ മദ്യപിച്ചതായി നാട്ടുകാർ ആക്ഷേപമുന്നയിച്ചു. ഇവരെ തടഞ്ഞുവെക്കാനും ശ്രമമുണ്ടായി. ഹൈവേ വികസനത്തിനായുള്ള മണ്ണെടുപ്പിനിടെ ഇവിടെ ഏതാനും നാളായി പ്രതിഷേധങ്ങളുണ്ട്. നമ്മുടെ ഈ കടലിക്കുന്നെന്ന് പറയുന്നത് കുളനട ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലമാണ്. ഇപ്പം 2015 കാലഘട്ടം മുതൽ ഇവിടെ മണ്ണെടുപ്പുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളും നടക്കുന്നുണ്ട്. അന്ന് മുതൽ പഞ്ചായത്ത് ഭരണസമിതി ഇതിനെ ശക്തമായിട്ട് എതിർക്കുന്നുണ്ട്. ഇപ്പം അതിനുശേഷം ഹൈക്കോടതിയുടെ ഉത്തരവിൻ്റെ മറവിൽ ഇവിടുന്ന് അനധികൃതമായിട്ട് മണ്ണെടുക്കുകയാണ്. യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും ഇല്ലാതെ തന്നെയാണ് ഇന്ന് ഒരു ദുഃഖകരമായ വാർത്തയാണ് ഇന്ന് ഉണ്ടായിരിക്കുന്നത് തന്നെ. 2015 ഇതുപോലെ ജനകീയ സമരം തുടങ്ങി അന്ന് നിർത്തലാക്കിയതാണ്. അത് കഴിഞ്ഞ് പിന്നീട് കഴിഞ്ഞ വർഷം 1.5 വർഷങ്ങൾക്ക് മുൻപ് വീണ്ടും ഇവർ മണ്ണെടുക്കാൻ തുടങ്ങി. അപ്പോഴും ഇവർ തടഞ്ഞു, ജനങ്ങൾ തടഞ്ഞു, ഒറ്റക്കെട്ടായി തന്നെ നിന്ന് തടഞ്ഞു. ഇപ്പോഴും ഒറ്റക്കെട്ടായി നിന്ന് തടയുന്നുണ്ടെങ്കിൽ അവർ NH എന്ന വ്യാജേനയാണ് ഈ മണ്ണെടുക്കുന്നത്. കാരണം ജനപ്രതിനിധികൾക്കോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കോ നേരിട്ട് ഇടപെടാൻ കഴിയാത്ത വിധം കോടതിയുടെ ചില പ്രത്യേക പരിരക്ഷയും സംരക്ഷണവും ഇത്തരക്കാർക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ മണ്ണെടുത്തുകൊണ്ടിരുന്നത്. യാതൊരു സുരക്ഷിതത്വം ഇല്ലാന്ന് സമരത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ളവർ ഇവിടുത്തെ ജനങ്ങളെല്ലാം നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഇതിപ്പോൾ നേരിട്ട് നമുക്ക് ബോധ്യമായി. ഒരു അതിഥി തൊഴിലാളി നമ്മുടെ നാട്ടിൽ വന്ന് ഈ തൊഴിലിൽ ഏർപ്പെട്ട് ഇവിടെ മരണപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായി. ഈ യന്ത്രങ്ങൾക്കിടയിൽ കുടുങ്ങി മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. മറ്റൊരു തൊഴിലാളിക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഒരു കാരണവശാലും ഇവിടെ മണ്ണെടുക്കാൻ കഴിയത്തില്ല എന്നാണ് ഇവിടുത്തെ ജനങ്ങൾ പറയുന്നത്. ജനങ്ങൾക്കൊപ്പമാണ് ഞങ്ങൾ ജനപ്രതിനിധികളെല്ലാം നിൽക്കുന്നത്.